ആയിട്ടുണ്ട്. അപ്പൊ ആ അരപ്പിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞാൽ മാത്രം മതി. കഷ്ണം വെന്തോ? വെന്തു, നന്നായി വെന്തു. ഈ കഷ്ണത്തിലേക്ക് ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. ആ വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ ആ ഒരു പച്ചമണം പോകാനായിട്ട് ഒന്നുകൂടെ അടച്ചിടണം. അപ്പം തൈര് ഉടയ്ക്കണം. പച്ചമണം മാറി ഇങ്ങനെ. ഇനി ഇതൊന്ന് കുറച്ച് തണുക്കണം. തണുത്ത് കഴിഞ്ഞ് വേണം നമ്മൾ ഈ തൈര് ഒഴിക്കാൻ. ചൂടായിട്ട് തൈര് ഒഴിച്ചാൽ ഇത് പിരിയുമല്ല, അതിനൊരു ടേസ്റ്റും ഉണ്ട്, വേറെ തന്നെ ടേസ്റ്റാണ്. അപ്പം ഇത് തണുത്ത് കഴിഞ്ഞ് ഇത് ഒഴിക്കരുത്. അതാണ് ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ഗോൾഡ് വിന്നർ അത്തമ്പത്തിനുള്ളിൽ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പരമ്പരാഗത പച്ചടിയാണ്. അപ്പൊ ആന്റി തണുത്തില്ലേ? തണുത്ത്. അപ്പം നമുക്ക് തൈര് ഒഴിക്കാം. ഒഴിക്കും. പച്ചടി റെഡി. ഇനി കടുവ വറുത്തിട്ടാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ പച്ചടി റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കടുവ. ഓക്കെ, അപ്പൊ നമുക്ക് ഗോൾഡ് വിന്നറിന്റെ എണ്ണ യൂസ് ചെയ്തിട്ട് കടുവ വറുക്കാം. എണ്ണ ചൂടായി. ഇനി നമുക്ക് കടുവ ചെറിയ ഉള്ളി ഇപ്പം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പില. ഇനി ഇത് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിക്കാം. വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കടുവൊക്കെ താളിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്കതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. പച്ചടി തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ആന്റി അത്യുണ്ടായിട്ടുണ്ട് പച്ചടി. അപ്പം അതിന്റെ ആ ഫ്ലേവേഴ്സ്, ആ താളിപ്പിന്റെ ഒക്കെ ഫ്ലേവർ ഇന്ന് ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. അതേപോലെ ഇഞ്ചി കഴിക്കുന്നുണ്ട്. താങ്ക് യു ആന്റി, നല്ല പച്ചടിയായിരുന്നു. അപ്പൊ ഗോൾഡ് വിന്നർ അത്തമ്പത്തിനുള്ളിൽ നമ്മളിന്ന് കണ്ടത് ഒരു പരമ്പരാഗത പച്ചടിയാണ്. അപ്പൊ ഈ ഓണത്തിന് എന്തായാലും എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം.